നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് നടക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി എന്ന സൂചന. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും കൊച്ചി നേവൽ ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റും. സൗദി സന്ദർശനം അവസാനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഡൽഹിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ലോക നേതാക്കൾ. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന തീരുവ ഗണ്യമായി കുറയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ്. ട്രംപിന്റെ താരിഫുകൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ നെഗറ്റീവ് ഷോക്ക് ഉണ്ടാക്കിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി. US-നും UK-ക്കും തിരിച്ചടിയാകും. കാനഡ തിരഞ്ഞെടുപ്പിൽ 4 ദിവസത്തെ മുൻകൂർ വോട്ടെടുപ്പിൽ 7.3 ദശലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക കണക്കുകൾ. ഏപ്രിൽ 28-ലെ വോട്ടെടുപ്പിൽ ഈ മാറ്റം നിർണായകമാകും. പോലീസിംഗിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് നിയമങ്ങൾ കടുപ്പിക്കാനൊരുങ്ങി UK സർക്കാർ. കുറ്റക്കാരും വീഴ്ച വരുത്തുന്നതുമായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ പിരിച്ചുവിടും. ഹജ്ജ് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമലംഘനങ്ങൾക്കെതിരായ നടപടികൾ കടുപ്പിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം. എമിറേറ്റ്സിലെ പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ നഗരത്തിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പുതിയ പാർക്കിംഗ് ഫീസ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിൽ ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവരിൽ നിന്നുള്ള സഞ്ചാരികളാണ് ഏറെയും കൊല്ലപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പരിക്കേറ്റവർ അനന്ത്നാഗിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 7 പേർ ഉൾപ്പെടുന്ന സംഘമാണ് വെടിയുതിർത്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉടനുണ്ടാകും. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി എന്ന സൂചന. ആക്രമണത്തിന് മുമ്പ് ഹോട്ടലുകളിൽ കസൂരിയുടെ സംഘം നിരീക്ഷണം നടത്തിയെന്ന വിവരം. ആക്രമണത്തിന് പിന്നിൽ 7-അംഗ സംഘമെന്നാണ് സൈന്യത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഭീകരരെത്തിയത് 2 സംഘങ്ങളായെന്നും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതിയിൽ വിലയിരുത്താനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിലെത്തി. ഭീകരർക്കായി 3 മേഖലകൾ കേന്ദ്രീകരിച്ച് വനത്തിനുള്ളിൽ പരിശോധന തുടരുകയാണ്. NIA സംഘവും ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പഹൽഗാമിലെത്തി അവർ തെളിവെടുപ്പ് നടത്തും. ഭീകരാക്രമണം ഉണ്ടായ മേഖലയിൽ നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു ബൈക്ക് കണ്ടെത്തി. ഈ ബൈക്ക് കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. അമിത്ഷാ അനന്ത്നാഗിലെ സർക്കാർ ആശുപത്രിയിലെത്തിയ പരിക്കേറ്റവരെ കാണുമെന്നാണ് സൂചന. ആശുപത്രിയും കനത്ത സുരക്ഷാ വലയത്തിലാണ്. പഹൽഗാം ഭീകര ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം അടിയന്തരമായി അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് എത്തി തുടർ നടപടികൾക്ക് നേതൃത്വം നൽകുന്നു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അടിയന്തര യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരുമായി പ്രധാനമന്ത്രി അടിയന്തരമായി ചർച്ച നടത്തി. ഭീകര ആക്രമണത്തിന് പിന്നാലെ പഹൽഗാം സൈന്യത്തിന്റെ സുരക്ഷയിലാണ്. ഭീകരർക്കുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി. എല്ലാ വിനോദസഞ്ചാര മേഖലകളിലും നിരീക്ഷണം കടുപ്പിക്കും. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് പഹൽഗാമിൽ ആക്രമണമുണ്ടായത്. പഹൽഗാമിലെ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹരിയാന സ്വദേശിയും കൊച്ചി നാവികസേന ലഫ്റ്റനന്റുമായ വിനയ് അഗർവാളും ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നായിരുന്നു വിനയ് നർവാളിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം. കഴിഞ്ഞ ദിവസമാണ് വിനയ് ഭാര്യയ്ക്കൊപ്പം കശ്മീരിലെത്തിയത്. ലഷ്കർ-ഇ-ത്വയ്ബ അനുകൂല സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു. ബുധനാഴ്ച രാവിലെയോടെ ശ്രീനഗറിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിവരവും അടക്കം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് അറിയിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്നും ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും പറഞ്ഞു. സംഭവത്തിൽ തന്നെ അതീവ ദുഃഖിതയാണെന്നും ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പറഞ്ഞു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഞെട്ടിപ്പിക്കുന്ന ആക്രമണമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആനി അൽബനീസ് വിശേഷിപ്പിച്ചത്. ജർമ്മനി, ഡെൻമാർക്ക്, യൂറോപ്പ്, ഗയാന, ഇസ്രായേൽ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഭീകര ആക്രമണത്തെ അപലപിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന തീരുവ ഗണ്യമായി കുറയുമെന്ന് ഉറപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ അത് പൂജ്യമാക്കില്ല എന്നും നിരക്കുകളിൽ പക്ഷേ നല്ല കുറവുണ്ടാകുമെന്നും വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. ഉയർന്ന താരിഫുകൾ ഇപ്പോൾ സുസ്ഥിരമല്ലെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ തീവ്രത കുറയ്ക്കലാണ് പ്രതീക്ഷിക്കുന്നതെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ചൊവ്വാഴ്ച അഭിപ്രായം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ. ട്രംപ് ചൈനയിൽ 145% ഇറക്കുമതി നികുതി അടക്കം നിരവധി വ്യാപാര പങ്കാളി രാജ്യങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചത് കാരണം സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമെന്നും നിക്ഷേപകർ ആശങ്കപ്പെട്ടതോടെ ഓഹരി വിപണി ഇടിയാനും US കടത്തിന് പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനും വരെ ഇടയായതുമായാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിലയിരുത്തൽ.
ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ നെഗറ്റീവ് ഷോക്ക് സൃഷ്ടിച്ചെന്ന് അന്താരാഷ്ട്ര നാണയനിധി അഭിപ്രായപ്പെട്ടു. US, UK എന്നിവരിലടക്കം ആഗോള വളർച്ചയ്ക്കുള്ള പ്രവചനങ്ങളും IMF അടിയന്തരമായി വെട്ടിക്കുറിച്ചു. ആഗോള ധനമന്ത്രിമാർ വാഷിംഗ്ടണിൽ യോഗം ചേരാൻ തയ്യാറെടുക്കുമ്പോൾ US പ്രസിഡന്റ് നയങ്ങളുടെ ആഘാതത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിലയിരുത്തലാണ് IMF നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ 2-ന് താരിഫുകളിലും അനിശ്ചിതത്വത്തിലുമുണ്ടായ കുത്തനെയുള്ള വർധനവ് സമീപ ഭാവിയിൽ ആഗോള വളർച്ചയിൽ ഗണ്യമായ മാന്ദ്യമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് IMFന്റെ വിലയിരുത്തൽ. US, UK വ്യാപാര കരാറിനെ ചൊല്ലി നിർണായകമായ ചർച്ചകൾക്ക് വാഷിംഗ്ടൺ വേദിയാകുന്നതിനിടെയാണ് IMFന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്ന പുതിയ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം UK ചാൻസലർ റേച്ചൽ റീവ്സ് US തലസ്ഥാനത്ത് ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് സംഭവിച്ചത്. US എതിരാളി സ്കോട്ട് ബെസന്റിനെ കാണുന്ന ചാൻസലർ റേച്ചൽ റീഫ് താരിഫ് കുറയ്ക്കുന്നതിനുള്ള UKയുടെ സമ്മർദ്ദം വ്യക്തമായി അറിയിക്കുമെന്നാണ് സൂചന. കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ 4 ദിവസത്തെ മുൻകൂർ വോട്ടെടുപ്പിൽ 7.3 ദശലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ചത്തെ അനൗദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 28-ലെ നിർണായകമായ വോട്ടെടുപ്പിൽ ഇത് സുപ്രധാന ഘടകമാകും. വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള വോട്ടെടുപ്പിൽ 2021-ലെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയ 5.8 ദശലക്ഷം മുൻകൂർ വോട്ടുകളെ അപേക്ഷിച്ച് 25% വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് ഇലക്ഷൻസ് കാനഡ പറയുന്നു. പോലീസിംഗിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് നിയമങ്ങൾ കടുപ്പിക്കാനൊരുങ്ങി UK സർക്കാർ. പരിശോധനകളിലും മറ്റും വീഴ്ച വരുത്തുന്നത് തെളിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പുതുതായി പ്രാബല്യത്തിൽ വരുന്ന നിയമപ്രകാരം സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കം നടപടികളുണ്ടാകും. ഇത് സംബന്ധിച്ച നിയമ നടപടികൾ ബുധനാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചു. അടുത്ത മാസം മുതൽ സേവനത്തിന് യോഗ്യരെന്ന് തെളിയുന്ന ഉദ്യോഗസ്ഥരെ പോലീസ് മേധാവികൾക്ക് പുറത്താക്കാം. ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ മേലധികാരികൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തുന്നതെന്ന് അടുത്തിടെ മെട്രോപൊളിറ്റൻ പോലീസ് സേനാ കമ്മീഷണർ മാർക്ക് റൗളി ആരോപിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. മെയ് മാസം മുതൽ സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് എന്നറിയപ്പെടുന്ന തന്റെ സ്ഥാനത്തു നിന്ന് പിന്മാറുമെന്ന് ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവായ എലോൺ മസ്ക്. വൈറ്റ് ഹൗസിലെ തന്റെ പങ്കിനെതിരായ പ്രതിഷേധങ്ങൾക്കിടയിൽ 2025-ലെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിലും വരുമാനത്തിലും വൻ ഇടിവുണ്ടായ സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്നും എലോൺ മസ്ക് പറയുന്നു. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ക്രമപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും താൻ പൂർത്തിയാക്കിയെന്നും ഡോഗിൽ നിർണായകമായ പ്രവർത്തനം താൻ നടത്തിയെന്നും മസ്ക് പറയുന്നു. മെയ് 30-ന് മസ്ക് ഡോഗിൽ നിന്ന് വിരമിക്കുമെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനത്തിന് കർശനമായ 130 ദിവസത്തെ പരിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുമാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപും അറിയിച്ചത്. ഇനി ഗൾഫ് വാർത്തകളിലേക്ക്. ഹജ്ജ് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമാക്കുന്നതിൻ്റെ ഭാഗമായി വിസ നിയമ ലംഘനങ്ങൾക്കെതിരായ നടപടികൾ കടുപ്പിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം. സന്ദർശക വിസകൾ ഉൾപ്പെടെയുള്ള എൻട്രി വിസകളുടെ കാലാവധി കഴിഞ്ഞിട്ടും സൗദി അറേബ്യ വിട്ടുപോകാത്ത പ്രവാസികൾക്ക് 1.5 ലക്ഷം റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് ഉംറ മന്ത്രാലയം പുറപ്പെടുവിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് വിസ ഒഴികെ ഏതൊരു വിസ കൈവശമുള്ളവർക്കും ഹജ്ജ് തീർത്ഥാടനം നടത്താൻ അർഹതയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഹജ്ജ് പെർമിറ്റ് എന്ന് രേഖപ്പെടുത്തിയ വിസ കൈവശമുള്ളവർക്ക് മാത്രമാണ് തീർത്ഥാടനത്തിന് അർഹതയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം അധികൃതരെ അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായ് നഗരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ ദുബായ് ഫൗണ്ടൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് ഫൗണ്ടൻ അടച്ചത്. 5 മാസത്തേക്ക് ഇനി ഫൗണ്ടൻ പ്രവർത്തിക്കില്ലെന്ന് അറിയിപ്പുണ്ട്. താമസക്കാരും വിനോദസഞ്ചാരികളും ദുബായ് ഫൗണ്ടന് വിട നൽകുന്ന ചടങ്ങുമുണ്ടായി. ദുബായ് ഫൗണ്ടന്റെ അവസാന പ്രദർശനം ഏപ്രിൽ 19 ശനിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു. ഷാർജയിലെ വാഹന ഉടമകൾക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്ത എത്തിയിരിക്കുന്നു. എമിറേറ്റ്സിൽ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 10 വർഷം പഴക്കമുള്ള ഗതാഗത നിയമനങ്ങൾ റദ്ദാക്കുകയാണ്. ഇതിനായുള്ള അഭ്യർത്ഥനയ്ക്ക് 1000 ദിർഹം ഫീസ് ഈടാക്കും. എങ്കിലും ചില കേസുകൾ ഈ ഫീസിൽ നിന്നും ഒഴിവാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ഫീസ് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വാഹന ഉടമ മരണപ്പെടുക, വാഹന ഉടമ രാജ്യത്തിന് പുറത്തുപോയി 10 വർഷത്തിലധികമായി എന്ന് തെളിയിക്കുന്ന രേഖ കൈവശം വയ്ക്കുക, വാഹനം കണ്ടെത്തുന്നത് അസാധ്യമായതിനെ തുടർന്ന് ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന വാഹനങ്ങൾ ഇവയ്ക്ക് ഇളവുണ്ടാകും. എമിറേറ്റ്സിലെ പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിംഗ് നഗരത്തിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പുതിയ പാർക്കിംഗ് ഫീസ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. ZW, WP എന്നീ മേഖലകൾക്ക് കീഴിൽ വരുന്ന ഏരിയകളിലാണ് പുതിയ പാർക്കിംഗ് നിരക്ക് പ്രാബല്യത്തിലായതെന്ന് പാർക്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം കറാമ, ഖിസൈസ് ഫസ്റ്റ്, മദീന ദുബൈ, അൽ മലാഹിയ എന്നീ മേഖലകളിലാണ് പുതിയ നിരക്ക് പാർക്കിംഗ് ഈടാക്കുക. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഹൈലൈറ്റ്സ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങൾക്ക് എക്സൈസ് വകുപ്പ് നോട്ടീസ് അയച്ചു. ഷൈൻ ടോം ചാക്കയ്ക്കും ശ്രീനാഥ് ഭാസിക്കുമാണ് ഇപ്പോൾ എക്സൈസിൻ്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് അകം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഷൈൻ ടോം ചാക്കയ്ക്കും ശ്രീനാഥ് ഭാസിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും എക്സൈസ് പിടിയിലായ തസ്ലീമ നേരത്തെ മൊഴി നൽകിയിരുന്നു. തസ്ലീമയും നടന്മാരും തമ്മിലുള്ള ചാറ്റും എക്സൈസിന് ലഭിച്ചിരുന്നു. തസ്ലീമ ശ്രീനാഥ് ഭാസിയോട് ഹൈബ്രിഡ് വേണമെന്ന് ചോദിക്കുന്നതും അടക്കമുള്ള തെളിവുകൾ എക്സൈസിന് ലഭിച്ചിരുന്നു. ഷൈൻ ടോം ചാക്കോയുമുള്ള ചാറ്റുകൾ
ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നെന്നും എക്സൈസ് കണ്ടെത്തി. ഇത് പ്രകാരമാണ് 2 നടന്മാർക്കുമെതിരെ എക്സൈസ് വകുപ്പ് പരിശോധനയും അന്വേഷണവും ഘടിപ്പിച്ചത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 113.65 ഇന്ത്യൻ രൂപ, $1 85.39 ഇന്ത്യൻ രൂപ, €1 97.27 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US. ഇനി സ്പോർട്സ്. ഗ്രീസിലെ റോഡ്സിൽ നടന്ന ലോക കേഡറ്റ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റിൽ 2 മെഡലുകൾ നേടി മലയാളി പെൺകുട്ടി. 18 വയസ്സ് വരെയുള്ള കുട്ടികൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ 10 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ദിവി ബിജേഷാണ് സ്വർണം വെള്ളി മെഡലുകൾ നേടി ഇന്ത്യയുടെ അഭിമാനമായത്. റാപ്പിഡ് വിഭാഗത്തിലായിരുന്നു ദിവ്യയുടെ സ്വർണ്ണ നേട്ടം. 11ൽ 10 പോയിന്റ് നേടിയാണ് താരം സ്വർണം നേടിയത്. ടൂർണമെന്റിൽ ഇന്ത്യ നേടിയ ഒരേയൊരു സ്വർണം കൂടിയാണിത്. ബ്ലിറ്റ്സ് വിഭാഗത്തിലാണ് ദിവ്യയുടെ വെള്ളി നേട്ടം. ഇന്ത്യയെ പ്രതികരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ 9 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ദിവി ഇതിനോടകം നേടിയിട്ടുണ്ട്. വിവിധ മത്സരങ്ങളിലെ ദിവി 62ലധികം പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. രാജ്യത്ത് നടക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി എന്ന സൂചന. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും കൊച്ചി നേവൽ ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റും. സൗദി സന്ദർശനം അവസാനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഡൽഹിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ലോക നേതാക്കൾ. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന തീരുവ ഗണ്യമായി കുറയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ്. ട്രംപിന്റെ താരിഫുകൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ നെഗറ്റീവ് ഷോക്ക് ഉണ്ടാക്കിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി. US-നും UK-ക്കും തിരിച്ചടിയാകും. കാനഡ തിരഞ്ഞെടുപ്പിൽ 4 ദിവസത്തെ മുൻകൂർ വോട്ടെടുപ്പിൽ 7.3 ദശലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക കണക്കുകൾ. ഏപ്രിൽ 28-ലെ വോട്ടെടുപ്പിൽ ഈ മാറ്റം നിർണായകമാകും. പോലീസിംഗിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് നിയമങ്ങൾ കടുപ്പിക്കാനൊരുങ്ങി UK സർക്കാർ. കുറ്റക്കാരും വീഴ്ച വരുത്തുന്നതുമായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ പിരിച്ചുവിടും. ഹജ്ജ് തീർത്ഥാടനം സുഗമവും സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമലംഘനങ്ങൾക്കെതിരായ നടപടികൾ കടുപ്പിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം. എമിറേറ്റ്സിലെ പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ നഗരത്തിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പുതിയ പാർക്കിംഗ് ഫീസ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.